ശ്രീ ജിജോ, ഇതിൽ ഇപ്പോൾ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒരു രസകരമായ കാര്യം പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമസ്തയ്ക്ക് മുസ്ലിം ലീഗിനകത്ത് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ലീഗിന് ചന്ദ്രികയുള്ളപ്പോൾ സമസ്ത സുപ്രഭാതം തുടങ്ങുന്നത് എന്ന് പറയുന്നൊരു പറച്ചിലുണ്ട്. ശ്രീ ജിജോയ്ക്ക് അത് വളരെ നന്നായി അത്തരം കാര്യങ്ങൾ അറിയുകയും ചെയ്യാം, ആ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമസ്ത നേതൃത്വം ലീഗിനെ കുറേ കൂടി കൃത്യമായി മനസ്സിലാക്കുന്നയിടത്തോ അല്ലെങ്കിൽ ലീഗ് ആഗ്രഹിക്കും വിധത്തിലേക്ക് മാത്രം സമസ്ത നേതൃത്വം ചലിക്കുന്ന തരത്തിൽ നിന്ന് മാറി ചരിത്രപരമായി അല്ലെങ്കിൽ മുൻകാലങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഊഷ്മളമായൊരു ബന്ധത്തിൻ്റെ കാലത്ത് പാണക്കാട് തങ്ങൾ ഈ സമസ്തയിൽ ഇല്ലാത്ത കാലത്തും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സമസ്തയിൽ ഉള്ളപ്പോഴും അല്ലെങ്കിൽ ഹൈദരലി തങ്ങൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന കാലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത വിധം EK സുന്നി സമസ്ത ലീഗ് എന്ന് പറയുന്ന കോമ്പിനേഷൻ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മുസ്ലിം ലീഗിനെ കുറേ കൂടി മനസ്സിലാക്കുമ്പോൾ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞതുപോലെയുള്ള പല അനുഭവങ്ങളിലൂടെ മുസ്ലിം ലീഗിനെ മറ്റു പാർട്ടികളെ പോലെ തന്നെ പരിഗണിക്കുന്ന ഒരു നിലയിലേക്ക് പോകാം എന്ന് ഈ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മതപണ്ഡിതർ കരുതുകയാണോ? അതിന് കുറേ കൂടി അസ്തിത്വത്തോടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ നയിക്കാൻ കൂടി തീരുമാനിച്ചതോടെ ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ള ആളുകൾ പ്രശ്നങ്ങളിൽ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ലീഗും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്നത്തെ മുഷാവറ യോഗത്തിന് ശേഷമാണ് ഒരു പൊതുവേദിയിൽ അദ്ദേഹം അതിശക്തമായ ഒരു മുന്നറിയിപ്പ് ലീഗിന് കൊടുത്തത്. അപ്പോൾ ആ നിലയിൽ സമസ്ത നേതൃത്വം എന്നുള്ളത് അസ്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയതും ലീഗിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാക്കിയോ? ജിജോ. ശരത്ത് പറഞ്ഞത് വളരെ കൃത്യമാണ്. സമസ്ത വളരെ കൃത്യമായും വ്യക്തമായും ഒരാശയധാരയോടും നിലപാടോടും കൂടി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയായി സമസ്തയെ ഏറെക്കാലം കാണുകയോ അവതരിപ്പിക്കുകയോ ചെയ്തിരുന്നതിൽ നിന്ന് സമസ്ത മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ഇതിൽ രണ്ട് ഇതുണ്ട്. ഒന്ന്, ലീഗിന് സമസ്തയോടുള്ള നിലപാട് മാറുന്നു എന്നതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗിനെ കൃത്യമായി വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രൂപത്തിൽ കൃത്യമായ ഒരു നേതൃത്വവും നിലപാടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണം. നേരത്തെ ശ്രീ ഹുസൈൻ രണ്ടത്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ചരിത്രത്തിലെ ഒരു വളരെ ഒരു വേർതിരിവിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണോ രൂപപ്പെടുന്നത് എന്ന് നിരീക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സമസ്ത വിമർശിക്കുന്നതോ സമസ്ത നിലപാടുകൾ എടുക്കുന്നതോ വളരെ കൃത്യമായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമി പക്ഷപാതിത്വമുണ്ട്, മുസ്ലിം ലീഗിൽ വളർന്നു വരുന്ന വഹാബി ആശയധാരയോടുള്ള വിയോജിപ്പുണ്ട്. ഇതൊക്കെ നേരത്തെയും ഏറിയും കുറഞ്ഞും ഉണ്ടെങ്കിലും ഇപ്പോൾ സമസ്ത കൃത്യമായി കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും ശ്രമിക്കുന്നു. സമസ്ത ലീഗിൻ്റെ നിഴൽ പറ്റി എന്നുള്ളതിൽ നിന്ന് മാറി വരുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴത് വളരെ പ്രത്യക്ഷമായി വരാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മാറ്റവുമായി കൂടി ബന്ധപ്പെടുത്തി ഇതിനെ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, അതിനുശേഷം ഹൈദരലി ശിഹാബ് തങ്ങൾ വന്നപ്പോൾ തന്നെ സമസ്തയും ലീഗും തമ്മിൽ ഏറിയും കുറഞ്ഞും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങൾ വന്നപ്പോൾ സമസ്തക്ക് അംഗീകരിക്കാനും പൊറുക്കാനും കഴിയാത്ത രൂപത്തിലുള്ള നിലപാടുകൾ പ്രത്യക്ഷമായി ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നു. അത് സാദിഖലി തങ്ങളിൽ നിന്നുണ്ടാകുന്നു, ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ PMA സലാമിൽ നിന്നുണ്ടാകുന്നു. ലീഗിൻ്റെ ഒന്നിലധികം ഭാരവാഹികളും പരസ്യമായി സമസ്തയെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സമസ്തയുടെ പണ്ഡിത സഭയായ മുഷാവറ ചേർന്നു. ഈ മുഷാവറ ചേർന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന് പിളർപ്പാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടും അതിലെ ചില പണ്ഡിതരെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടും സമസ്തയിലെ ലീഗ് അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ പരസ്യമായി രംഗത്ത് വരികയാണ്. നാളിതുവരെ സമസ്തയിലില്ലാത്ത, സമസ്ത പോലെ ബഹുമാന്യമായിട്ടുള്ള ഒരു മത
സമുദായ സംഘടനയിൽ നാം കണ്ടുവരാത്ത ഒരു പ്രവണതയാണിത്. സമസ്തയുടെ അധ്യക്ഷൻ ആദരണീയനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ, ആരാണോ നേതൃത്വത്തിലുള്ളത് അവർ നിലപാട് പറഞ്ഞാൽ അതായിരുന്നു സമസ്തയുടെ എല്ലാം. എന്നാൽ ഇന്നലെ സമസ്തയുടെ മുശാവറ യോഗത്തെക്കുറിച്ച് ജിഫ്രി തങ്ങൾ കൃത്യമായ ഒരു നിലപാട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളിൽ എന്നു മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടാ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലാണ് ആദ്യം തന്നെ സമസ്ത യോഗത്തിൽ പൊട്ടിത്തെറിയെന്നും ഇറങ്ങിപ്പോക്കു എന്നുള്ള വാർത്ത പറയുന്നത്. നേരത്തെ നമുക്കറിയാം, ലീഗിലെ ഒരു വിഭാഗം സമസ്തയിൽ സ്ലീപ്പിംഗ് സെൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ CPMന്റെ വിഭാഗമാണെന്ന് ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും സംഭവവികാസങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക, സമസ്തയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലീപ്പിംഗ് സെൽ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലുള്ള മാറ്റങ്ങളും വാർത്തകളുമാണ് കടന്നു വരുന്നത്. സമസ്തയെ പിളർക്കാൻ, സമസ്തയെ വിഭാഗീയത ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളും ചാനലുകളുമാണ്. അതിന് ലീഗിലെ ഒരു വിഭാഗം പിന്തുണ നൽകുന്നു. അനുസൃതമായിട്ടുള്ള എല്ലാ ആശയ യോജിപ്പുകളും പകർന്നു നൽകുന്നത് ലീഗിലെ ഒരു വിഭാഗമാണ്. ലീഗിന് ഇപ്പോഴേ ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, സമസ്ത എന്ന് പറഞ്ഞാൽ വിവാദം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല എന്നുള്ളതാണ്. സമസ്തയുടെ പേര് പറയുന്നതിന് പോലും ലീഗിന് മടി കാണിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. കാരണം ലീഗ് പറയുന്നിടത്ത് ഒപ്പിടുകയും ലീഗ് പറയുന്നിടത്ത് മാത്രം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടായതിൽ നിന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയതിൽ ഉണ്ടായ മാറ്റമാണ്. ഇന്നലെ ശ്രീ ഉമർ ഫൈസി മുക്കത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസംഗം നമുക്കത് പ്രത്യേകമായി എടുത്തു വരാം. അത് പ്രത്യേകമായി ജിജോ എടുത്തു വരാം. ഞാനതാണ് തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റിലേക്കാണ് താങ്കൾ വന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത നേതൃത്വവും അസ്തിത്വത്തോടെ ലീഗ് പറയുന്നിടത്ത് ഒപ്പിടുന്ന ഒരു നേതൃത്വമല്ലാതെ, എന്നാൽ ലീഗിൻ്റെ തന്നെ നടപടികളിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ നടപടി ദൂഷ്യത്തിൽ നിന്നുണ്ടായതാണ് എന്ന് സമസ്ത വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഏറി വരുന്നു എന്നുള്ളിടത്താണ് ആ ഭിന്നത രൂപപ്പെട്ടു വന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ലീഗ് ആ പേര് പറയാൻ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ പേര് പറയാൻ തന്നെ വിമുഖത കാട്ടുന്ന നിലയിൽ കാര്യം എത്തി നിൽക്കുകയാണ്.